അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലകയിൽ അമേരിക്ക വീണ്ടും തങ്ങളുടെ കരുത്തുറ്റ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ്. ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അതിശക്തമായ ഒരു നയതന്ത്ര സൈനിക തന്ത്രവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയ ഭരണകാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ ലാറ്റിൻ അമേരിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും അധികാര കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ അപ്രതീക്ഷിത പതനവും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധവും വെറും യാദൃശ്ചികതകളല്ലെന്നും മറിച്ച് അമേരിക്കയുടെ കൃത്യമായ ഡെക്കാപ്പിറ്റേഷൻ സ്ട്രാറ്റജി അഥവാ തലവെട്ടൽ തന്ത്രത്തിന്റെ ഭാഗമാണെന്നുമാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ പട്ടികയിൽ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ആണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏഷ്യൻ മേഖലയിൽ വലിയൊരു യുദ്ധഭീതി നിഴലിക്കുകയാണ്. അമേരിക്കയുടെ ഈ പുതിയ തന്ത്രം ലളിതവും എന്നാൽ അതിശക്തവുമാണ്. ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തെയോ ജനതയോ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ആ ഭരണകൂടത്തെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ ലക്ഷ്യം വയ്ക്കുക എന്നതാണ് ഇതിൻ്റെ കാതൽ. ഒരു ശരീരത്തിൻ്റെ തലച്ചോറ് പ്രവർത്തനരഹിതമായാൽ ശരീരം മുഴുവൻ തളരുന്നത് പോലെ രാജ്യത്തിൻ്റെ അധിപനെ ഇല്ലാതാക്കുന്നതിലൂടെ ആ രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയെ തകർക്കാൻ കഴിയുമെന്ന് വാഷിംഗ്ടൺ വിശ്വസിക്കുന്നു. ജനുവരി ആദ്യവാരത്തിൽ വെനിസ്വേലയിൽ കണ്ടത് അതിൻ്റെ ആദ്യഘട്ടമായിരുന്നു. അതിശക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കറാക്കസിലേക്ക് ഇരച്ചു കയറിയ US സൈന്യം നിക്കോളാസ് മഡൂറയെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ ഫെബ്രുവരിയിൽ ഇസ്രയേലുമായി ചേർന്ന് ഇറാനിൽ നടത്തിയ വ്യോമാക്രമണം അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ കരുത്തായ ഖമനേയി കൊല്ലപ്പെട്ടതോടെ മിഡിൽ ഈസ്റ്റിലെ സഖ്യശക്തികൾക്ക് അമേരിക്ക നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു. സിയോൾ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിലെ മുതിർന്ന വിശകലന വിദഗ്ധനായ ഗോ മ്യൂങ് ഹ്യൂവിന്റെ നേതൃത്വത്തിൽ ഈ രണ്ട് സംഭവങ്ങളും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഉത്തര കൊറിയയെയാണ്. കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭരണകൂടം നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിലും അപ്രമാദിത്വത്തിലുമാണ്. അമേരിക്കയുടെ ഈ പുതിയ നയം കിമ്മിൻ്റെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത്. വെനിസ്വേലയിലും ഇറാനിലും ട്രംപ് പരീക്ഷിച്ച അതേ തന്ത്രം പ്യോങ്യാങ്ങിലും നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്ന് ദി യൂറോപ്യൻ ടൈംസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനോടകം തന്നെ ഉത്തര കൊറിയയുടെ സൈനിക കേന്ദ്രങ്ങളിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും വലിയ തോതിലുള്ള ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിം ജോങ് ഉൻ പൊതുവേദികളിൽ വരുന്നത് കുറച്ചതും തന്റെ രഹസ്യ താവളത്തിലേക്ക് മാറിയതും ട്രംപ് തന്ത്രത്തോടുള്ള ഭയം മൂലമാണെന്ന് വിശകലന വിദഗ്ധർ കരുതുന്നു. അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ റോബർട്ട് പേജിന്റെ അഭിപ്രായത്തിൽ ഒരു ഏകാധിപത്യ ഭരണകൂടത്തിൽ അധികാരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കും. ആ വ്യക്തിയെ ഇല്ലാതാക്കിയാൽ ആ രാജ്യം പെട്ടെന്ന് തന്നെ അരാജകത്വത്തിലേക്കോ തകർച്ചയിലേക്കോ നീങ്ങും. ശത്രുവിനെ യുദ്ധഭൂമിയിൽ നേരിട്ട് തോൽപ്പിക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗമാണിതെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. സദാം ഹുസൈൻ്റെയും മുഅമ്മർ ഗദ്ദാഫിയുടെയും ചരിത്രം ഇതിന് ഉദാഹരണമായി വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ഡേവിഡ് ഇഗ്നേഷ്യസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ മഡൂറോയെയും ഖമേനിയെയും പോലെ ആയിരിക്കില്ല കിം ജോങ് ഉൻ എന്ന മുന്നറിയിപ്പും ചില വിദഗ്ധർ നൽകുന്നുണ്ട്. ഉത്തര കൊറിയ ഒരു ആണവായുധ ശക്തിയായതിനാൽ കിമ്മിനെ ലക്ഷ്യം വെച്ചുള്ള നീക്കം വലിയൊരു ആണവ യുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചേക്കാം. എന്നിരുന്നാലും ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള നീക്കവും ഇറാന്റെയും വെനിസ്വേലയുടെയും ഭരണമാറ്റവും ട്രംപിന്റെ അമേരിക്കയെ വീണ്ടും ലോകത്തിന്റെ അനിഷേധ്യ ശക്തിയാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമാണ്. ഈ തലവെട്ടൽ തന്ത്രം സൈനികമായി മാത്രമല്ല മാനസികമായും ശത്രുക്കളെ തളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വെനിസ്വേലയിലും ഇറാനിലും നേടിയ മേൽക്കൈ ട്രംപിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ക്യൂബയും ഉത്തര കൊറിയയും ഈ പുതിയ നയതന്ത്ര പട്ടികയിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഉത്തര കൊറിയയുടെ ആണവ പരീക്ഷണങ്ങളും മിസൈൽ വിക്ഷേപണങ്ങളും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പലതവണ ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. ഉപരോധങ്ങൾ കൊണ്ട് ഒതുങ്ങാത്ത കിമ്മിനെ ഇല്ലാതാക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് അമേരിക്ക നീങ്ങിയാൽ അത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൗമ രാഷ്ട്രീയ മാറ്റമായിരിക്കും. അമേരിക്കൻ സൈന്യത്തിന്റെ അത്യാധുനിക ഡ്രോണുകളും രഹസ്യ സേനാ വിഭാഗങ്ങളും ഏത് നിമിഷവും പ്യോങ്യാങ്ങിന്റെ വാതിലിൽ മുട്ടിയേക്കാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ചുരുക്കത്തിൽ ട്രംപിന്റെ പുതിയ വിദേശ നയം സൗമ്യമായ നയതന്ത്രത്തിന് പകരം ശക്തമായ നടപടികൾക്ക് പ്രാധാന്യം നൽകുന്നതാണ്. ശത്രുക്കളെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിലൂടെ അമേരിക്കൻ ആധിപത്യം വീണ്ടും ഉറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വെനിസ്വേലയും ഇറാനും അതിൻ്റെ ആദ്യ ഇരകളായെങ്കിൽ അടുത്ത ലക്ഷ്യം കിം ജോങ് ഉൻ തന്നെയാകാനാണ് എല്ലാ സാധ്യതകളും തെളിയുന്നത്. ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത് കൊറിയൻ ഉപദ്വീപിലേക്കാണ്. അവിടെയുള്ള മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഈ തന്ത്രപരമായ മാറ്റം ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമോ അതോ മറ്റൊരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും. അമേരിക്കയുടെ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും
സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും താൽപ്പര്യങ്ങൾക്കും മുന്നിൽ മറ്റൊന്നും പ്രസക്തമല്ലെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. ഏകാധിപതികളുടെ പേടി സ്വപ്നമായി ട്രംപ് മാറുമ്പോൾ ലോക രാഷ്ട്രീയത്തിലെ ജനാധിപത്യ പ്രക്രിയയും സ്വയംഭരണാധികാരവും പുതിയ വെല്ലുവിളികളെ നേരിടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.